പൊൻകച്ചയണിഞ്ഞും ബലവാനേ മരണമില്ലാത്തവരേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ തോന്നി. കർത്താവിനെ നോക്കാം, കണ്ണുകൾ തുറന്ന് നോക്കാം, കണ്ണടയ്ക്കാതെ. ഈശോ ഹോറേബിൽ വെച്ച് മോശയോട് പറഞ്ഞ പോലെ ഇത് ഞാനാണ് എന്നാണ് നമ്മോട് പറയുന്നത്. ഇതെൻ്റെ ശരീരമാണ്, രക്തമാണ്. നിന്റെ നഗ്നമായ കണ്ണുകൊണ്ട് എന്നെ കാണാം. ആ ഗലീലായിലെ അല്ലെങ്കിൽ ജൂദയായിലെ നാട്ടിൻ പ്രദേശത്തുള്ളവരെല്ലാം അവനെ കണ്ടതുപോലെ നമുക്കും കാണാം. മക്കളെ, വിശ്വസിക്കൂ. ആ ഈശോയുടെ ശരീരത്തെയും രക്തത്തെയും പച്ചയായിട്ട് നോക്കൂ. ഉയർത്തെന്നിട്ട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ ഇത് ഞാനാണ്, എന്നെ തൊട്ട് കാണൂ, എൻ്റെ മുറിവുകൾ കാണൂ. ഞാനൊരു ഗോസ്റ്റല്ല, ഞാനൊരു അരൂപിയല്ല, മാംസവും മജ്ഞയും ഉള്ള ഒരു വ്യക്തിയാണ് എന്ന്. അതാണ് അല്പം മുമ്പ് നമ്മൾ വൈദികൻ പറഞ്ഞത് കേട്ടത്, ഇത് എൻ്റെ ശരീരമാകുന്നു, എൻ്റെ രക്തമാകുന്നു എന്ന്. മക്കളെ, വിശ്വാസം ഒന്ന് വളർത്തിക്കേ. ആത്മന ആ ഗലീലായിൽ അല്ലെങ്കിൽ ജൂദയായിൽ ഈശോ നടന്നു നീങ്ങിയപ്പോൾ ചിലരൊക്കെ വന്ന വസ്ത്രത്തിൻ്റെ വിളുമ്പെ തൊട്ടു. മറ്റു ചിലരൊക്കെ പിള്ളേരെയും കൊണ്ട് വന്നു, അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട്. രോഗികൾ വന്നു, സുഖപ്പെടുത്തണമേ നേരിട്ട് പ്രാർത്ഥിച്ചു. മറ്റുള്ളവർ രോഗികളെയും കൊണ്ട് വന്നു. അവർ വിശന്ന് അളന്നപ്പോൾ ഈശോ അപ്പം ഉണ്ടാക്കി കൊടുത്തു. ഇതൊക്കെ നമുക്കറിയാം. ഇന്നും ആ ഈശോ ജീവിച്ചുകൊണ്ട്, ഈ വിശുദ്ധ കുർബാനയിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മക്കളെ, വിശുദ്ധ കുർബാന, ആ കുർബാന 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തീർന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, തുടരുകയാണ്.
നമ്മുടെ ജീവിതം ബലി ജീവിതമാണ്. ജീവിക്കുന്ന ഈശോയോട് ബന്ധിതമാണ് നമ്മുടെ ജീവിതം. ആ ഈശോ ആരാധിക്കാം, സ്തുതിക്കാം, കരങ്ങൾ ഉയർത്തി യേശുവിനെ മാലാഖമാരുടെ വിശുദ്ധോടും കൂടെ സ്തുതിക്കാം, ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശംബാലാലാലാ ഹല്ലേലൂയ, ശംബല ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന, ആരാധന. ഈശോ, ഈശോ, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശംബാലാലാലാലാ. ദൈവമേ മഹത്വം, ആരാധന. എല്ലാ മാലാഖമാരുടെ കൂടെ, എല്ലാ വിശുദ്ധരും കൂടെ, ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും കൂടെ സ്തുതിക്കുന്ന കർത്താവേ, എല്ലാ ക്രൈസ്തവരോടും കൂടെ, പ്രത്യേകമായി കത്തോലിക്കരോട് കൂടെ, കർത്താവേ മാർപ്പാപ്പായുടെ കൂടെ, ഞങ്ങളുടെ മെത്രാന്മാരോട് കൂടെ, എല്ലാ വൈദികരോടും കന്യാസിയോടും ചേർന്ന്, ലോകത്തുള്ള എല്ലാ വിശ്വാസിയോടും ചേർന്ന് സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. യേശുവേ മഹത്വം, യേശു ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശംബല ഹലംബല ഹലംബല ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശംബല ഹല്ലേലൂയ. ആരാധനക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയും ഭൂമിയും നിർമ്മിച്ച നാഥനെ, ആഴിയും ഭൂമിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടാം. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ, നിത്യം സ്തുതിച്ചിടാം. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പണിയാൽ പിടിച്ചെടുത്തു. പാവനമിനം തന്നു പാപത്തിൻ കരപൊക്കി, പാവനമിനം തന്നു പാപത്തിൻ കരപൊക്കി. രക്ഷിച്ചതാലങ്ങെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. രക്ഷിച്ചതാലങ്ങെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനത്തിൽ നിൻ മക്കൾ കൂടിടുമ്പോൾ, വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനത്തിൽ നിൻ മക്കൾ കൂടിടുമ്പോൾ, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നോരാ, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടുമെന്നോരാ. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ചെയ്തവൻ നീ മാത്രമേ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ
കെട്ടുകൾ അഴിഞ്ഞിടട്ടെ വൻരോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ കെട്ടുകൾ അഴിഞ്ഞിടട്ടെ വൻരോഗങ്ങൾ പൂർണ്ണമായി നീങ്ങിടട്ടെ നിൻ സഭ വളർന്നെന്ന് എണ്ണത്തിൽ പെരുകുവാൻ നിൻ സഭ വളർന്നെന്ന് എണ്ണത്തിൽ പെരുകുവാൻ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടും ഞാൻ ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ നിങ്ങൾ ആരാധിച്ചിടുന്നില്ല ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ നിങ്ങൾ ആരാധിച്ചിടുന്നില്ല ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ ആഴിയും മൂഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടുക ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യസ്തുതിച്ചിടുക ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നില്ല 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 ആരാധന 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 ഈശോയേ 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 ഹല്ലേലൂയ 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 യേശുവേ സത്യം വിളിക്കട്ടെ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 നിലത്തോ ഇരിക്കുക. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് അർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. അപ്പോൾ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. മക്കളെ, നമുക്കൊരു നിമിഷം നമ്മുടെ ഓരോരോ അവയവങ്ങളെയും കർത്താവിന് അർപ്പിക്കാം. പൗലോസ്ലീഹ കൊച്ചുകുട്ടികളോട് പറയുന്ന പോലെ പറയുകയാണ്, ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിനു വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. നമുക്ക് ശാന്തമായി നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും മനസ്സിൽ കൊണ്ടുവരാം. ഒന്ന് ഫീൽ ചെയ്യാം, ഒന്ന് അർപ്പിക്കാം. നമുക്കറിയാം, തല, കൈകൾ, കാലുകൾ, ശരീരത്തിൻ്റെ പുറം ഭാഗം, മുൻഭാഗം, ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങൾ എല്ലാം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. പക്ഷേ നമ്മൾ പാപത്തിന് അടിമപ്പെട്ടപ്പോൾ നമ്മൾ അടിമപ്പെട്ടത് പിശാചിനാണ്, പിശാചിൻ്റെ ശക്തിക്കാണ്. പാപം ചെയ്യുന്നവൻ പിശാചിനുള്ളവനാണ് എന്ന വാക്ക് മക്കളെ ധ്യാനിക്കൂ. അല്പസമയം ഓർക്കൂ. ആദ്യം നമ്മുടെ ശിരസ്, മസ്തിഷ്കം, തലച്ചോറ്, ബോധ്യത്തോടെ ആ തലച്ചോറിനെ ഈശോയ്ക്ക് അർപ്പിക്കുക. ഒന്നാലോചിച്ച് എത്ര പാപങ്ങൾ ചിന്തയാൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പലപ്പോഴും നമ്മൾ കുമ്പസാരിച്ചിട്ട് പോലുമില്ല. ചെയ്തികളൊക്കെ കുമ്പസാരിച്ച് കാണും. ചിന്തയാലുള്ള പാപങ്ങൾ ഒരിക്കലും കുമ്പസാരിച്ചിട്ടില്ലായിരിക്കാം.
അനുദപിച്ചിട്ടുമില്ലായിരിക്കാം. നമുക്കറിയാം, കർത്താവിൻ്റെ വചനം അശുദ്ധമായ ഒരു സ്ത്രീയോ പുരുഷനെ നോക്കിയാൽ അവനുമായി അവളുമായി വ്യഭിചാരം ചെയ്തു എന്നാണ്. കാമാസക്തിയോടെ നോക്കിയാൽ നോക്കൂ, ഒരു ചിന്ത ഒരു പ്രവൃത്തിയേക്കാൾ വലിയൊരു പാപമായിട്ട് കർത്താവ് പറയുന്നത്. നമുക്കറിയാവുന്ന മത്തായി 5:28. അശുദ്ധമായ ആ ചിന്തകളെ കൊണ്ടുവന്ന് നമ്മുടെ മസ്തിഷ്കത്തെ അർപ്പിക്കാം ഈശോ രക്തത്തിൽ. ഒരു വശങ്ങളിൽ മറ്റുള്ളവരെ പറ്റി തിന്മയായി നനച്ചത്, അവരുടെ നന്മയെ കണ്ടത് തിന്മയായി നമ്മൾ ഒരു പക്ഷേ മറ്റുള്ളവരോട് പറഞ്ഞു കാണും, അവന് ഇങ്ങനെയാണ് എന്നൊക്കെ വിധിച്ചു കാണും. ആ ചിന്തയാണ് മറ്റുള്ളവരെ വിധിച്ചത്. ഒരു വിഷയം മറ്റുള്ള വെറുപ്പ്, പിണക്കം, വൈരാഗ്യം, പകവീട്ടലൊക്കെ ചിന്തയിലാണ്. അത് ചിന്തയിലായിരിക്കാം നീ മറ്റുള്ളവരെ മാറ്റി നിർത്തിയത്. സഭയായിരിക്കാം, സഭ അധ്യക്ഷന്മാരെ, വൈദികരെ ഒക്കെ മാറ്റി നിർത്തി കാണും. നീ പള്ളിയിലൊക്കെ വരുന്നുണ്ടായിരിക്കാം, പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നു, എന്നാൽ നിൻ്റെ ഹൃദയത്തിൽ സഭയോട് തന്നെ ഒരകൽച്ച ചിന്തയിൽ, അച്ഛന്മാരോട് തന്നെ, അത് കന്യാസിയോട് തന്നെ ഒരകൽച്ച ഇല്ലേന്ന് നോക്കൂ. ആ മസ്തിഷ്കത്തെ ഈശോയ്ക്ക് അർപ്പിക്കൂ. ഈശോ രക്തത്തിൽ കഴുകൂ, ശുദ്ധീകരിക്കൂ. ഈശോയോട് പറയൂ, എൻ്റെ ഈശോയെ, എൻ്റെ മസ്തിഷ്കത്തെ അങ്ങയുടെ ബുദ്ധി കൊണ്ട്, അങ്ങയുടെ അറിവ് കൊണ്ട്, അങ്ങയുടെ വിജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ലൗകികമായ പല വിജ്ഞാനങ്ങൾ എൻ്റെ കൂട്ടുകാരിൽ കൂടി കിട്ടിക്കാണും. ഒരു വിഷയം മാസിക വായിച്ചപ്പോൾ, പുസ്തകം വായിച്ചപ്പോൾ, ഒരു വിഷയങ്ങൾ ആണ് എൻ്റെ മൊബൈലിലൂടെ, കമ്പ്യൂട്ടറിലൂടെ വൈദികരെപ്പറ്റി, കന്യാസികളെപ്പറ്റി, മാർപ്പാപ്പയെപ്പറ്റി പോലും തിന്മയായി കേട്ടു. അതെല്ലാം മനസ്സിൽ വച്ചിരിക്കല്ലേ? അതെല്ലാം ഒന്ന് ശൂന്യവൽക്കരിച്ച് അതെല്ലാം മനസ്സിൽ നിന്ന് മാറ്റിക്ക്. എന്നിട്ട് അവരെപ്പറ്റിയൊക്കെ നല്ലതായിട്ട് ചിന്തിക്കുവാൻ കർത്താവിനോട് കൃപ യാചിക്കൂ. കർത്താവ് എൻ്റെ മസ്തിഷ്കത്തെ അങ്ങേക്ക് തരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഒരു വശങ്ങൾ ചിന്തകൾ വന്ന് കാണും. വ്യഭിചാരം ചെയ്യാൻ, അശുദ്ധി ചെയ്യുവാൻ, നല്ല പെണ്ണുങ്ങളെ കണ്ടപ്പോൾ, നല്ല പുരുഷന്മാരെ കണ്ടപ്പോൾ ദൂരാശകൾ, ജഡിക മോഹങ്ങൾ ശിരസിൽ വന്നു, മസ്തിഷ്കത്തിൽ വന്നു. അതാണ് നിൻ്റെ അവയവങ്ങളിൽ പ്രവർത്തിച്ചത് പാപമായിട്ട്. അത് നമ്മുടെ പാപങ്ങൾക്കെല്ലാം ഒരു മൂല കാരണം ഒരു വിഷയം മസ്തിഷ്കത്തിൽ അല്ലേ, ചിന്തയിൽ അല്ലേ മക്കളെ? അതെ, ഒരു സ്ത്രീ കുളിക്കുന്ന കണ്ടപ്പോൾ ദാവീദ് മഹാരാജാവ്, അഭിഷിക്തനായ ആ രാജാവ് പെട്ടെന്ന് വ്യഭിചാര ചിന്ത വന്നു, അവളുമായി വ്യഭിചാരം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ എല്ലാ പാപങ്ങളും ഒരു വിഷയത്തിൽ ഉദ്ഭവിക്കുന്ന ചിന്തയിലല്ലേ മക്കളെ? എല്ലാ ചിന്തകളും ഈശോയ്ക്ക് അർപ്പിച്ച് പറ്റുമെങ്കിൽ ആ കൈകൾ ആ ഈശോയുടെ രക്തത്തിൽ ആത്മീയമായി മുക്കി ആ കൈ ആ നെറ്റിയാലൊന്ന് വയ്ക്കുക. മനസ്സുകൊണ്ട് ആ കൈ ഈശോ രക്തത്തിൽ മുക്കി നെറ്റിയിൽ ഒരു കുരിശ് വരയ്ക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ബോധ്യപൂർവ്വം ആ മസ്തിഷ്കത്തെ അർപ്പിക്കൂ വിശുദ്ധീകരണത്തിനായിട്ട്. കർത്താവ് ഇപ്പോൾ എൻ്റെ മക്കൾ, കൊച്ചുകുട്ടികളെ പോലില്ല, ആത്മന രക്തത്തിൽ കൈമുക്കി നെറ്റിയിൽ കുരിശ് വരച്ച് അവരുടെ മസ്തിഷ്കം അർപ്പിക്കുന്നു. എൻ്റെ ബഹുമാനപ്പെട്ട സ്നേഹിതരായ വൈദികരോട് ചേർന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാലാഖമാരെ പോലെ അവരും അങ്ങനെ മുമ്പിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ജനത്തിനു വേണ്ടി. കാരുണ്യമുള്ള കർത്താവേ, ഇപ്പോൾ മസ്തിഷ്കത്തെ ശുദ്ധീകരിക്കണമേ. അവിടെ വരുന്ന ദുഷ്ചിന്തകളെല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അശുദ്ധമായ ചിന്തകൾ, മറ്റുള്ളവരോട് പക വീട്ടാനുള്ള ചിന്തകൾ, അരിശത്തിൻ്റെ ചിന്തകൾ, കോപത്തിൻ്റെ ചിന്തകൾ, അതുപോലെ നശീകരണത്തിൻ്റെ ചിന്തകൾ, അതുപോലെ ദുഷ്ടവിചാരങ്ങൾ കട്ടെടുക്കാൻ, മോഷ്ടിച്ചെടുക്കുവാൻ, അല്ലെങ്കിൽ കള്ളം പറയാൻ, ചീത്തയായ പ്രവൃത്തികൾ പലതും ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള പല പല കള്ളത്തരത്തിൻ്റെയും ചിന്തകൾ പിശാച് കൊണ്ടിരുന്ന ആ മസ്തിഷ്കത്തെ കർത്താവ് ഇപ്പോൾ ശുദ്ധീകരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അച്ഛന്മാരോട് ചേർന്നുകൊണ്ട് അത് മസ്തിഷ്കത്തെ പൂർണ്ണമായി വിശുദ്ധീകരിക്കണമേ. സൽചിത്തങ്ങൾ കൊടുക്കണമേ പരിശുദ്ധാത്മാവേ. ഈ നിമിഷം ഒരു തലവേദന ഉണ്ടായിരിക്കാം, കൊടിഞ്ഞി ഉണ്ടായിരിക്കാം, ഓർമ്മക്കുറവുണ്ടായിരിക്കാം, അതൊക്കെ സുഖപ്പെടുത്തണമേ. കൊടിഞ്ഞി അത് ഉള്ള 5-6 പേരെ കാണുന്നുണ്ട്. ഈശോയെ സുഖപ്പെടുത്തണമേ, മസ്തിഷ്കത്തെ സുഖപ്പെടുത്തൂ. അത് ഓർമ്മശക്തി വെറുതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ കാണുന്ന കർത്താവേ, ഡോക്ടർമാർ പറയുന്നു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഈശോയെ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഓർമ്മശക്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു പ്രതീതിയുള്ള ബ്രെയിനുള്ളവരുണ്ട്, അവരെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചൊല്ലി ദീനമുള്ളവരുണ്ട്, സുഖപ്പെടുത്തണമേ കർത്താവേ. വിറവൽ രോഗം, കൈക്ക് വിറയലുണ്ട്, കാലിന് വിറയൽ, ഒരു ഗ്ലാസ് വെള്ളം പോലും കൈകൊണ്ട് പിടിക്കാൻ പറ്റാത്ത രോഗമുള്ളവരുണ്ട് കർത്താവേ, ഇവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഞരമ്പുകളിലും ആ ശിരസിലാണല്ലോ അത് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത് കർത്താവേ. ഇപ്പോൾ ഞരമ്പുകളിലേക്ക് ആ
ശക്തി ഒഴുകട്ടെ കർത്താവേ. ആ രക്തത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. ഞരമ്പിന് ബലമില്ലാത്തവർ, ഞരമ്പിന് വേദനയുള്ളവരുണ്ട്, വിട്ടുമാറാത്ത വേദന. ഒരു പക്ഷേ അവർ തളർന്നു പോയതായിരിക്കാം, സ്ട്രോക്ക് വന്നതായിരിക്കാം, ഓരോ അപകടത്തിൽപ്പെട്ടതായിരിക്കാം കർത്താവേ. ഞരമ്പിൻ്റെ ബലഹീനതയുള്ളവരും ഞരമ്പിൻ്റെ വേദനയുള്ളവരുമുണ്ട് കർത്താവേ. ഈ നിമിഷം സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന മസ്തിഷ്കത്തിലൂടെ ആ ശക്തി ഞരമ്പിലേക്ക് ഒഴുകട്ടെ കർത്താവേ. യേശുവേ, യേശുവേ, അങ്ങ് അത്ഭുതം തന്നെ പ്രവർത്തിച്ചുകൊണ്ട് ഇവരെ സുഖപ്പെടുത്താനായിട്ട് ഞാൻ കാണുന്നു. അങ്ങ് രക്തത്താൽ സുഖപ്പെടുത്തു കർത്താവേ. യേശുവേ നന്ദി. അതെ, സാങ്ക്ടിഫൈ ചെയ്യൂ, വിശുദ്ധീകരിക്കൂ കർത്താവേ. ബ്രെയിനും ഞരമ്പുകളും നന്ദി പറയുന്നു, സ്തോത്രം അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താൽ എന്നെ കഴുകണമേ യേശുവേ, എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ യേശുവേ, എന്നെ കഴുകണമേ, പൂർണ്ണമായി എന്നെ കഴുകണമേ. ആ കയ്യിൽ വീണ്ടും ഈശോ രക്തത്തിൽ മുക്കി, കണ്ണുകൾ രണ്ടും ഈശോ രക്തത്താൽ കുരിശയുടെ ആഴത്തിൽ ഈശോയ്ക്ക് അർപ്പിക്കൂ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പാപത്തിലേക്ക് നയനങ്ങൾ തിരിഞ്ഞിരിക്കുന്നില്ലേ? അശുദ്ധമായ നോട്ടങ്ങൾ വ്യക്തികളെ ആയിരിക്കാം, ഒരു പക്ഷെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ കണ്ട അശുദ്ധമായ വ്യക്തികളെ, അശുദ്ധമായ അവയവങ്ങളെ കണ്ടത്, ഒരു പക്ഷേ അശുദ്ധ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ പടം കണ്ടതിൻ്റെ ഓർമ്മ കിടക്കുന്നു. അത് മസ്തിഷ്കത്തിലേക്ക് പോയത് കണ്ണിലൂടെയാണ്. കർത്താവേ, എൻ്റെ കണ്ണിനെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെയും എന്തിനേയും വിശുദ്ധ കണ്ണോടെ നോക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോട് പറയൂ, ആ രക്തത്തിൽ കഴുകൂ, എൻ്റെ കണ്ണിനെ സുഖപ്പെടുത്തണമേ. ഈശോയെ ആന്തരിക കണ്ണ് തുറക്കണമെന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ എനിക്ക് അങ്ങേ കാണണമെന്ന് പറഞ്ഞ് സ്വർഗം എനിക്ക് കാണണം കർത്താവേ. ആന്തരിക കണ്ണിനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കൂ മക്കളെ. അവിടെ ക്ലാവ് പിടിച്ച് ഒരു പക്ഷെങ്കിൽ പല തിന്മകളുടെയും കറകൾ കിടപ്പുണ്ട്. ഈശോ, ഞാനിപ്പോൾ ഇവിടെ കണ്ണുകൾക്ക് വേണ്ടി അച്ഛന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മോശമായ കാഴ്ചകൾ കണ്ടതിൻ്റെ കറകൾ കണ്ണിലുണ്ട്. പാപം അവർ സംസാരിച്ചുവെങ്കിലും കർത്താവേ, അതിൻ്റെ കറ കിടക്കുന്നു. അതുകൊണ്ട് അങ്ങേ കാണാൻ പറ്റുന്നില്ല. കുർബാന കാണുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പല വിചാരം വരുന്നു. അത് അന്ന് കണ്ട കാഴ്ചകളിലൂടെ ഇപ്പോൾ ശുദ്ധീകരിക്കണമേ കർത്താവെ. എല്ലാ ബന്ധനങ്ങളും അഴിക്കണമേ കണ്ണുകളിൽ നിന്ന് കർത്താവെ. ശുദ്ധമായി മറ്റുള്ളവരെ കാണാൻ, ശുദ്ധമായ കണ്ണുകളുടെ മറ്റ് വസ്തുക്കൾ കാണുവാൻ ഇവരെ വിശുദ്ധീകരിക്കൂ, കണ്ണുകളെ വിശുദ്ധീകരിക്കൂ. ആ കണ്ണിന് ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ അതും സുഖപ്പെടുത്തണമേ. ഒരു പക്ഷെങ്കിൽ കാട്രാക്റ്റ് രോഗമായിരിക്കാം, തിമിരമായിരിക്കാം, സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഗ്ലുക്കോമ രോഗം, അത് ഒരു കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്ന രോഗമായിരിക്കാം, കണ്ണിനകത്ത് കടിക്കുന്നു, വേദനയുണ്ട്, കണ്ണിൽ കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു, അതൊക്കെ സുഖപ്പെടുത്തണമേ. താവേ, ഡോക്ടർമാർ പറയുന്നു കണ്ണിൻ്റെ ചികിത്സ ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യത്തില്ല എന്ന്. ഈശോ അങ്ങേ കണ്ണ് തുറക്കാൻ വന്നവനാണല്ലോ കർത്താവേ. അങ്ങനെയുള്ള 3-4 രോഗികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട് കർത്താവേ. ആന്തരിക കണ്ണുകൾ തുറക്കുന്നതോടൊപ്പം ആ ശാരീരിക കണ്ണുകൾ കൂടി സുഖപ്പെടുത്തണമേ. ദാസരായ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നന്ദി പറയുന്നു, അങ്ങ് സുഖപ്പെടുത്തണേ ഓർത്ത്. അതുപോലെ കർത്താവ്, ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് കർത്താവ്. ചെവിക്ക് വേദനയുള്ളവർ ഇപ്പോൾ നിങ്ങളുടെ കൈകൊണ്ട് ആ ചെവിയെ തൊടു ഈശോ രക്തത്താൽ. നിങ്ങളുടെ കൈകൊണ്ട് അത് ഒരു കുരിശു വരയ്ക്കുക ചെവിയിലേക്ക്. എൻ്റെ കർത്താവെ, ചെവികളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ സ്വരം കേൾക്കാൻ ഇവരെ അനുവദിക്കണമേ. ഇവർക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട് സ്വരം കേൾക്കാൻ, പക്ഷെ കേൾക്കാൻ പറ്റുന്നില്ല. ആ സാമൂഹ്യ 3 തവണ കേട്ടെങ്കിലും അവന് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഏലിയോട് ചെന്ന് പറഞ്ഞു, അത് എന്നാൽ ഏലിക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റിയില്ല. സ്വരം കേൾക്കാൻ സാധിക്കാതെ വന്നു. എന്നാൽ അവസാനം കേട്ടു വിളി. അതുപോലെ കർത്താവിടെ ചെറുപ്പക്കാരെ പലരുമുണ്ട്, ദൈവവിളി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല. അച്ഛനാകാൻ വിളിക്കുന്നുണ്ട്, കന്യാസിയാകാൻ വിളിക്കുന്നുണ്ട്, സമർപ്പിത ജീവിതത്തിൽ വിളിക്കുന്നു, കേൾക്കത്തില്ല കർത്താവ്. അതുപോലെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പറയുന്നുണ്ട്, പാട്ടുപാടാൻ പറയുന്നുണ്ട്, പക്ഷെ കേൾക്കാൻ പറ്റുന്നില്ല കർത്താവെ. ഇപ്പോൾ അവർ ചെവികളെ തുറക്കണമേ, ആന്തരിക ചെവികളെ തുറക്കണമേ. ഓ, നിശബ്ദയുടെ ആഴത്തിൽ അങ്ങേ കേൾക്കാൻ കൃപ കൊടുക്കൂ. വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നിൻ്റെ കൈക്ക് ഞാൻ പിടിച്ചിരിക്കുന്നു, ഞാൻ മടിയിൽ വയ്ക്കുന്നു, ഓ നിന്നെ തോളിലെത്തുന്നു, നിൻ്റെ പേര് എൻ്റെ കയ്യിൽ എഴുതിയിട്ടുണ്ട്, നിന്നെപ്പറ്റി എനിക്കൊരു പദ്ധതിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ല ഈശോയെ. ഇപ്പോൾ ശുദ്ധീകരിക്കൂ ഇവരുടെ കാതുകളെ, അങ്ങേ രക്തത്താൽ ശുദ്ധീകരിക്കുക കർത്താവേ. ബാഹ്യമായ കണ്ണുകളെയും സുഖപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ചെവിക്ക് വേദന, ചെവിയിലൂടെ പഴുപ്പ് പോകുന്നവർ, ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തി
സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ നാഥ, ആ ചെവികളിലേക്ക് ആ രക്തം ഒഴുകട്ടെ, അങ്ങനെ രക്തത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. ഈ ദാസൻ അച്ഛന്മാരോട് ചേർന്ന് എൻ്റെ അനുജന്മാരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ വൈദികരോടും ആത്മനാ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്നേഹമുള്ള വട്ടായി അച്ഛനോട് ചേർന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഡൊമിനിക് അച്ഛനോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കരിഷ്മാവിലെ എൻ്റെ സുഹൃത്തുക്കളായ വൈദികരോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആധ്യാത്മിക മക്കളോട് ചേർന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ അനുഗ്രഹിക്കൂ കർത്താവ്. നമുക്ക് കൈകൾ രക്തത്തിൽ മുക്കി അധരങ്ങളെയും നാവുകളെയും കർത്താൻ അർപ്പിക്കാം. ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അത് നാക്കിൽ ഒരു കുരിശു വരയ്ക്കൂ, ആ ചുണ്ടിൽ ഒരു കുരിശു വരയ്ക്കൂ, സമർപ്പിക്കൂ. നമ്മൾ എത്രയോ പാവങ്ങൾ ചെയ്യുന്നുണ്ട്. ചീത്ത സംസാരം, തെറി വിളിക്കുക, ചീത്ത വിളിക്കുക, പ്രാകുക എല്ലാം ചെയ്യുന്നതാണ്. അതുപോലെ നാക്കുകൊണ്ട് ചെയ്തിട്ടുള്ള പാപങ്ങൾ എല്ലാം നമുക്ക് ഈശോയ്ക്ക് അർപ്പിക്കാം. ആ നാവ് ഈശോ തന്നത് സ്തുതിക്കാനാണ്, നന്ദി പറയാനാണ്, നല്ല വാക്ക് പറയാൻ, മറ്റുള്ളവരോട് ഒന്ന് പുഞ്ചിരിക്കാനുള്ള ആ ചിരികളാണ്. അത് കിറി വീർപ്പിച്ച് കാണിക്കാനുള്ളതല്ല, കോപിച്ച് കിറി കാണിക്കേണ്ടതല്ല. ആ ചിരിയിലൂടെയും മധുരത്തിലൂടെ എല്ലാം കർത്താൻ സ്തുതികൾ ഉയരങ്ങളിലേക്ക് ഉയരണം. മാത്രമല്ല, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന നല്ല വാക്കുകൾ പറയണം. ഈശോയെ നാഥ, ഇപ്പോൾ നാവിനെ സുഖപ്പെടുത്തൂ, അത് ചിരികളെ സുഖപ്പെടുത്തൂ, വിശുദ്ധീകരിക്കൂ. അവ സമർപ്പിക്കുകയാണ് കർത്താവിന്റെ നാവുകളും ചുണ്ടുകളും. ഓ നാഥ, ഈ നിമിഷം എല്ലാ അശുദ്ധിയും ചുണ്ടുകളിൽ നാവിൽ നിന്നും പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ നാഥ, ആ നാവ് കൊണ്ട് അങ്ങേ രുചിച്ചറിയാൻ കൃപ കൊടുക്കൂ. ഈശോ എസക്കേൽ പ്രവാചകൻ വചനം വായിച്ചപ്പോൾ, വചനം പഠിച്ചപ്പോൾ രുചിച്ചല്ലോ, തേൻ പോലെയാണല്ലോ വചനം നാവിൽ മധുരിച്ചത്. അതുപോലെ കർത്താവേ, ഇവ പ്രാർത്ഥിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ വായിൽ നല്ല മധുരമുണ്ടാകാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. അതൊരു ദാനമാണല്ലോ കർത്താവേ. ആ നാവ് ദുർവിനിയോഗിച്ച കാലങ്ങളുണ്ട്, അതൊക്കെ പോയി കർത്താവേ. ഇപ്പോൾ അതിനെ വിശുദ്ധീകരിക്കൂ, സുഖപ്പെടുത്തൂ കർത്താവേ. നാക്കിന് ഏതോ വേദനയുള്ളവരുണ്ട് കർത്താവേ. വായിക്കകത്ത് ക്യാൻസർ ഉള്ളവരെ കാണുന്നു കർത്താവേ. തൊണ്ടയിൽ ക്യാൻസർ ഉള്ളവരെ കാണുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹം അവരിലേക്ക് പ്രസരിപ്പിച്ച് അവരെ സുഖപ്പെടുത്തുകയും കൂടി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചുണ്ട് കോടിയിരിക്കുന്നവരുണ്ട്, ചുണ്ടിന് വേദനയുള്ളവരുണ്ട് കർത്താവേ. പല്ലിന് വേദനയുള്ളവർ, അവരെയൊക്കെ സുഖപ്പെടുത്തണം ഈ നിമിഷം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ശാന്തിക്കൂ, ശക്തിപ്പെടുത്തൂ കർത്താവേ. അങ്ങയുടെ ശക്തികളിലേക്ക് ഓരോ അവയവങ്ങളിലേക്കും ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇവിടെ രണ്ട് കൈകളെയും കർത്താവേ അങ്ങേ രക്തത്തിൽ മുക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മുടെ കൈ ഉയർത്തി ആ ഈശോയുടെ തിരുഹൃദയത്തിൽ നൽകുന്ന രക്തത്തിലേക്ക് കൈ സമർപ്പിക്കാം. 10 വിരലുകളും അത് ബോധപൂർവം അർപ്പിക്കാം. ആ കൈപ്പത്തിയും കണ്ണൻ കൈയും കണ്ണിൻ്റെ കൈയുടെ മുട്ടും തോളും എല്ലാം അർപ്പിക്കാം. ഈശോ, ഈ കൈകൾ അങ്ങ് ഞങ്ങൾക്ക് തന്നത് കൈ ഉയർത്തി അങ്ങേ സ്തുതിക്കാൻ, കൈ അടിച്ച് സ്തുതിക്കാൻ, അതിലുപരിയായി മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുവാൻ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൈകളാണ്. ഈശോ, അതൊക്കെ ചെയ്യാതെ ഞങ്ങൾക്ക് പോയ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്ന കർത്താവേ. ഞങ്ങൾ പലപ്പോഴും കുംസാരിക്കാറില്ലാത്തൊരു പാപമാണ് അത്, ഉപേക്ഷിക്കാനുള്ള പാപങ്ങൾ. ഓ, ഞങ്ങൾക്ക് എന്തെല്ലാം നന്മ ചെയ്യാമായിരുന്നു ഈ കൈകൊണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്തില്ല കർത്താവേ. ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി, ഞങ്ങളുടെ അയൽവക്കത്തുള്ളവർക്ക് രോഗമൊക്കെ വരുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാമായിരുന്നു. ഞങ്ങൾ ചെയ്തില്ല. നാണം കൊണ്ട്, മടി കൊണ്ട്, ഓ നാഥ, അല്ലെ സ്വാർത്ഥത കൊണ്ട്. പണമുള്ളപ്പോൾ തണ്ടികളൊക്കെ ചോദിച്ചുകൊണ്ട് വല്ലതും തരണേ, എനിക്കില്ല എന്ന് കള്ളം പോലും പറഞ്ഞിട്ടുണ്ട്. ഈ കൈകൊണ്ട് ചെയ്യാവുന്ന പല നന്മ പ്രവൃത്തികൾ ഞാൻ ചെയ്യാതിരുന്നതിന് മാപ്പ് ചോദിക്കുന്നു. പറഞ്ഞ് കുംസാരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ കർത്താവേ. എൻ്റെ 2 കൈകളെയും രക്തത്തിലേക്ക് അർപ്പിക്കുന്നു. എൻ്റെ കൈകളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. കൈകൊണ്ട് അങ്ങ് തൊടാൻ ഭാഗ്യം തരൂ കർത്താവേ. ആ രക്തസ്രാവക്കാരി സ്ത്രീ അങ്ങയുടെ വസ്ത്രത്തെ തൊട്ടപ്പോൾ സൗഖ്യം കിട്ടില്ല കർത്താവേ. ഞാൻ അങ്ങയുടെ ശരീരം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ, ഓ, വസ്ത്രത്തിലല്ല, അങ്ങനെയാണ് കർത്താവേ ഞാൻ തൊടുന്നത്. ഓ നാഥ, ആ നിമിഷം മതിയല്ലോ എനിക്ക് സൗഖ്യം കിട്ടാൻ, ശക്തി കിട്ടാൻ, അത്ഭുതം കിട്ടാൻ. എൻ്റെ കർത്താവേ, അതിനുവേണ്ടി എൻ്റെ കൈകളെ വിശുദ്ധീകരിക്കൂ. എൻ്റെ കൈവിരലുകളെ സുഖപ്പെടുത്തു കർത്താവേ. എൻ്റെ കൈയുടെ തോളിലെ വേദനയുണ്ട്, എനിക്ക് കൈയുടെ മുട്ടിലെ വേദനയുണ്ട് ഈശോ. കൈ പൊക്കാൻ പ്രയാസമാണ് കർത്താവേ, അതെല്ലാം മാറ്റും. എൻ്റെ കൈക്ക് വളവുണ്ട് കർത്താവേ. വീണതിൽ പിന്നെ ആ കൈകൊണ്ട് സ്വാധീനം കുറവുണ്ട് ഈശോയെ. ഞാൻ തളർന്നു പോയതിന് ശേഷം എൻ്റെ കൈക്ക് സ്വാധീനമില്ല. എൻ്റെ ഈശോ എന്നെ ശാരീരികമായിട്ടും സുഖപ്പെടുത്തണം. എൻ്റെ കൈകളെ രണ്ടും, ഓ നാഥ, പഴയതിനേക്കാൾ ശക്തിയുള്ളതും ബലമുള്ളതുമാക്കണമേ ഈശോയെ. ഓ നാഥ, സ്തോത്രം പറയുന്നു. ഈ നിമിഷം അങ്ങയുടെ രക്തത്താൽ എന്നെ സുഖപ്പെടുത്ത അങ്ങേക്ക് നന്ദി. എൻ്റെ 2 കരങ്ങളെ ഈശോയെ അങ്ങേക്ക് തരുന്നു. ഈ കരങ്ങൾ കൊണ്ട് ഇനി ഞാൻ നന്മ ചെയ്യും. ഈ കരങ്ങൾ കൊണ്ട് സ്തുതി പാടും കർത്താവേ. കരങ്ങൾ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കും കർത്താവേ. കൈ അടിച്ച് പ്രാർത്ഥിക്കും കർത്താവേ. ഓ നാഥ, എൻ്റെ കൈയെ തരുന്നു. ഈ കൈ കൊണ്ട് എന്തെല്ലാം അശുദ്ധ പാപങ്ങൾ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് കർത്താവേ.
ഞാൻ സ്വയം ഭോഗം ചെയ്തിട്ടുണ്ട്, ദുർവൃത്തികൾ ചെയ്തിട്ടുണ്ട് കർത്താവ്. മാപ്പ് ചോദിക്കുന്നു. കുമ്പസാരിച്ചിട്ടും അതിന് കുറ്റബോധം മനസ്സിൽ കിടക്കുന്ന കർത്താവ്, അതെല്ലാം എടുത്തു മാറ്റണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ കൈകൊണ്ട് ചീത്തയായ സ്പർശനങ്ങൾ നടത്തിയിട്ടുണ്ട് കർത്താവ്. ക്ഷമിക്കൂ കർത്താവേ. യേശുവേ നാഥ, കൈകളെ ഇനി ഞാൻ വിശുദ്ധമായിട്ട് ഉപയോഗിക്കും കർത്താവ്, നന്മ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. എൻ്റെ കരങ്ങളെ അങ്ങേക്കർപ്പിക്കുന്നു കർത്താവ്. നാഥ, സ്വീകരിച്ചാലും കർത്താവെ, ഈ നിമിഷം 2 കാലുകളെ അർപ്പിക്കുന്നു. നമുക്ക് ബോധപൂർവം കാലുകൾ ഈശോയുടെ രക്തത്തിൽ മുക്കാം. എന്നിട്ട് ഈശോട് പറയൂ, കാലുകൾ സുഖപ്പെടുത്തുവാൻ, വിശുദ്ധീകരിക്കാൻ, അത് നന്മ പ്രവൃത്തിയിലൂടെ നന്മ ചെയ്തുകൊണ്ട് നടന്നു പോകാൻ കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന നന്മ ചെയ്തുകൊണ്ട് കടന്നു പോയെന്നാണ്. നമുക്ക് അവനെപ്പോലെ നന്മ ചെയ്ത് കടന്നു പോകണം. ഈ കാലുകൊണ്ട് കള്ളുഷാപ്പിൽ പോകാനുള്ളതല്ല. ഈ കള്ളുകൊണ്ട് അലോഹ്യം ഉണ്ടാക്കാൻ, വഴക്കുണ്ടാക്കാൻ പോകേണ്ടതല്ല. ഈ കാലുകൊണ്ട് നടക്കേണ്ടത് പള്ളിയിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ, ഭാര്യയെ സ്നേഹിക്കുവാൻ, ഭർത്താവിനെ സ്നേഹിക്കാൻ, മക്കളെ സ്നേഹിക്കാൻ, അധ്വാനം ചെയ്യാനൊക്കെയാണ് കാലുകൾ ഉപയോഗിക്കേണ്ടത്. എൻ്റെ ഈശോയെ, കാലുകൾ വഴി ചെയ്ത പാപങ്ങൾ ഈ നിമിഷം ക്ഷമിക്കൂ. കാലുകൊണ്ട് തൊഴിച്ചിട്ടുണ്ട്. ഭാര്യയെപ്പോലും ഞാൻ തൊഴിച്ചിട്ടുണ്ട്. എൻ്റെ അപ്പനെപ്പോലും തൊഴിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ തൊഴിച്ചു. എൻ്റെ പണിക്കാരെ, എൻ്റെ വീട്ടിൽ പണി ചെയ്യുന്നവരെ തൊഴിച്ചിട്ടുണ്ട്. അവരെ ദ്രോഹിച്ചിട്ടുണ്ട് കർത്താവേ. കാലുകൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് ചോദിക്കുന്നു. കാലുകളെ തരുന്നു കർത്താവേ. ഈ നിമിഷം എൻ്റെ കാലുകളെ വിശുദ്ധീകരിക്കൂ. നന്മയുടെ വഴിയിലൂടെ നടക്കുക. വിശുദ്ധിയുടെ വഴി നടക്കാനായിട്ട് എൻ്റെ കാലുകളെ ഇതാ സമർപ്പിക്കുന്നു. നാഥ, സുഖപ്പെടുത്തൂ. എൻ്റെ വേദന പോട്ടുന്ന കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറ്റുന്നു. എൻ്റെ കർത്താവേ നന്ദി. എൻ്റെ കാലിൻ്റെ തൊടയിലെ വേദന മാറ്റിക്കളഞ്ഞതിന് നന്ദി പറയുന്നു കർത്താവേ. ഇടുപ്പിൻ്റെ വേദന മാറ്റിക്കളഞ്ഞല്ലോ, ഹിപ്പിൻ്റെ വേദന മാറ്റിയല്ലോ, നന്ദി കർത്താവേ. യേശുവേ, എൻ്റെ കാൽപ്പാരത്തിൻ്റെ നീരും മാറ്റിയല്ലോ, എൻ്റെ കാലിലെ ആ ഞരമ്പ് രോഗവും മാറ്റിയല്ലോ ഈശോയെ. നന്ദി പറയുന്നു. കാലിൽ ഇനിയും ബലമായി ഞാൻ നിൽക്കും കർത്താവേ. കലമ്മാൻ്റെ കാലുകൾ പോലെ എൻ്റെ കാലുകൾ അങ്ങ് ബലമുള്ളതാക്കി. നന്ദി ദൈവമേ. നാഥ, എൻ്റെ ആ ആത്മീയ കാലുകളാണ് ഏറ്റവും ബലപ്പെട്ടിരിക്കുന്നത്. നന്മ ചെയ്ത് നിൽക്കുവാൻ, യേശുവിനെ സാക്ഷിയായി നിൽക്കുവാൻ, യേശുവിനെ പ്രഘോഷിക്കുവാൻ, യേശുവിൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുവാൻ, എൻ്റെ ആന്തരിക കാലുകളെയും കൈകളെയും ബലമാക്കുന്ന കർത്താവേ സ്തോത്രം. എൻ്റെ കാലുകളെ തരുന്നു. ജീസസ്, എൻ്റെ ഈശോ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ ഈശോ. തോമാസ് ലീഹായെ പോലെ അങ്ങയുടെ ആ മുറിവിട്ട മുറിവുകളിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. നാഥ, അങ്ങയുടെ ആ ആണിപ്പാടുള്ള കൈകളിലേക്ക് എൻ്റെ കൈകളെ വയ്ക്കുന്നു. ആണിപ്പാടുള്ള കാലുകളിലേക്ക് എൻ്റെ കാലുകളെ വയ്ക്കുന്നു. ശുദ്ധീകരിക്കൂ കർത്താവേ. ഈശോ. എൻ്റെ ഈശോ, എന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാണത്തില്ലേ? കൈകൾ മാറോട് ചേർത്ത് വയ്ക്കുക. ആ ഈശോ നോക്കിക്കൊണ്ട് ഈശോയുടെ ചങ്കിലേക്ക് നോക്കിക്കേ. ആ ചങ്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ കുന്തം കൊണ്ട് കുത്തി രക്തവും ജലവും പുറപ്പെട്ടു. സത്യമാണ്, ഒരു കഥയല്ല, ചരിത്രം മാത്രമല്ല. ഇന്നും കർത്താവിൻ്റെ ചങ്കിലേക്ക് നമ്മളാണ് കുന്തം കൊണ്ട് കുത്തുന്നത്. അത് പാപം ചെയ്യുക. ഓരോ പാപങ്ങളും കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കും, നമുക്കറിയാം. മാപ്പ് ചോദിച്ചുകൊണ്ട് ആ ചങ്കിലേക്ക് നമ്മുടെ കൈകൾ വയ്ക്കാം. വേണ്ട, ആ ഹൃദയം വയ്ക്കാം. നമ്മുടെ ചങ്കോടൊന്ന് ചേർത്ത് വെച്ചേ മക്കളെ. ഈ നിമിഷം മനോഹരമാക്കട്ടെ. ആ ചങ്കലിനൊഴുകുന്ന ആ ചോര, എനിക്ക് വേണ്ടി ചിന്തിയ ജീവജലമകന പരിശുദ്ധാത്മാവ് അവിടെ അങ്ങോട്ടേക്ക് ചേർന്നിരിക്കൂ മക്കളെ. ഈ നിമിഷം ഞാൻ ഈ അച്ഛന്മാരോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തുള്ള എല്ലാ വൈദികരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ നിമിഷം ഇവിടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കൂ, പവിത്രീകരിക്കൂ കർത്താവേ. ഹൃദയ വിശുദ്ധി ഇല്ലാത്തവർക്ക് വിശുദ്ധി കൊടുക്കൂ. അങ്ങ് പറഞ്ഞല്ലോ, ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. അങ്ങേ കാണാൻ കർത്താവെ, ആന്തരിക കണ്ണുകൊണ്ട് കാണണമെങ്കിൽ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം. ഹൃദയത്തിലേക്ക് ശക്തി ഒഴുകട്ടെ കർത്താവെ, കൃപയൊഴുകട്ടെ, വിശുദ്ധി ഒഴുകട്ടെ. ജീസസ് മുറിവിനാൽ സുഖപ്പെടുത്തു കർത്താവെ. ഹാർട്ടിൻ്റെ രോഗമുള്ളവരെ കാണുന്ന കർത്താവെ, ഇപ്പോൾ ഹാർട്ടിനെ സുഖപ്പെടുത്തണമേ. ഹാർട്ടിൻ്റെ വാൽവിന് രോഗമുള്ളവർ, ഹാർട്ടിന് ഓപ്പറേഷൻ നടത്തിയവരുണ്ട് കർത്താവെ. നാടിയിടിപ്പ് കൂടുതലുള്ളവരുണ്ട്, അവരെയൊക്കെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ നാടിയോട് കർത്താവെ, ഹൃദയത്തിൽ
ഹൃദയത്തോട് അടുത്തിരിക്കുന്ന കരള്, അതുപോലെ ശ്വാസകോശങ്ങൾ, മറ്റ് ആന്തരിക അവയവങ്ങളെ കൂടി സുഖപ്പെടുത്തുവാൻ ഈ ദാസൻ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അങ്ങേ രക്തത്താൽ സുഖപ്പെടുത്തു, അങ്ങയുടെ മുറിവിനാൽ സുഖപ്പെടുത്തു. ജീസസ് ജീസസ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഓ നാഥ, ആ ചങ്കിലേക്ക് തോമാസിയ കൈ വെച്ചല്ലോ കർത്താവേ, ഞാനും കൈവയ്ക്കുന്നു. എൻ്റെ ഈശോയെ, ആ ശക്തി അതിലേക്ക് ഒഴുകട്ടെ. ആ തോമായെ പോലെ ഞാൻ കർത്താവിനെ കണ്ടു, കർത്താവിനെ അനുഭവിച്ചു എന്ന് ലോകത്തോട് പറയുവാൻ എന്നെ ഒരു സാക്ഷിയാക്കൂ കർത്താവേ. എനിക്കും അപ്പോസ്തലന്മാരെ പോലെ പറയണം, ഞാൻ കണ്ടതും കേട്ടതും പറയുന്നുവെന്ന്. എൻ്റെ കർത്താവ് ഈ നിമിഷം സുഖപ്പെട്ടു. കർത്താവ് എൻ്റെ ഈ മക്കൾക്ക് ആ സൗഖ്യം കൊടുക്കൂ. ഹൃദയ നൈർമല്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഹൃദയ വിശുദ്ധി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഹൃദയ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം മാത്രമല്ല, ആന്തരിക അവയവങ്ങൾ ഓരോന്നിലേക്കും ശക്തി ഒഴുക്കൂ. ജീസസ് ജീസസ്. അങ്ങ് രക്തത്താൽ ശുദ്ധീകരിക്കൂ, കരളിനെ സുഖമാക്കൂ. ശ്വാസകോശങ്ങൾ, ശ്വാസമുട്ടലുള്ളവരും ആസ്മയുള്ളവരുണ്ട്, അവരെയൊക്കെ അങ്ങിപ്പോൾ സുഖപ്പെടുത്തുകയാണല്ലോ കർത്താവേ. അങ്ങ് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ നാഥ, ഈ നിമിഷം ശക്തി ഒഴുകട്ടെ. അത് ആ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് ആ ഇഞ്ചക്ഷനൊക്കെ എടുത്തതിന് ശേഷം ശ്വാസം മുട്ടലുള്ളവർ, നേരെ ശ്വാസം വിടാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്, അവരൊക്കെ സുഖപ്പെടുത്തും ഈ നിമിഷം. ഓ കർത്താവേ, അതുപോലെ നീർവീഴ്ച, ജലദോഷം, വിട്ടുമാറാത്ത ജലദോഷം, ചുമയും അസ്വസ്ഥതയൊക്കെ ഉള്ളവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ നാഥ, അതുപോലെ തന്നെ പതപ്പ രോഗമുള്ളവരുണ്ട്, ഈശോ നാഥ സുഖപ്പെടുത്തണമേ. കരളും പൂർണ്ണമായി സുഖപ്പെടുത്തു. അങ്ങേക്കറിയാമല്ലോ, ഇപ്പോൾ പുക വലിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, എന്നാൽ രോഗം അവരുടെ കരളിലുണ്ട്. എൻ്റെ ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ വൈദികർ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നു, ഈ മക്കളെ സുഖപ്പെടുത്തണമെന്ന്. ഓ നാഥ, ഒരു പുതിയ കരൾ വെക്കൂ, അത് കൊടുക്കൂ കർത്താവ്, പുതിയ ഹൃദയം കൊടുക്കൂ. അങ്ങാണല്ലോ ശസ്ത്രക്രിയ പഠിപ്പിച്ചത് കർത്താവേ. ഹൃദയം മാറ്റിവെക്കൂ കർത്താവേ. ഓ കരളും മാറ്റിവെക്കൂ, ശ്വാസകോശം മാറ്റിവെക്കൂ കർത്താവേ. ഓ പൂർണ്ണമായി ശക്യം കൊടുത്ത് പുതിയവരാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീസസ് ജീസസ്. അങ്ങയുടെ നാമം ഞങ്ങൾ വിളിക്കുന്നു. ഓ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ നാഥ, ലൈംഗിക അവയവങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ നാഥ, നമുക്ക് ആത്മന ലൈംഗിക അവയവങ്ങളെ ഈശോയുടെ രക്തത്തിൽ അർപ്പിക്കാം. ലൈംഗിക അവയവങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങളെ ഓർത്ത് അനുതപിക്കാം. ഏതെങ്കിലും പാപം ഏറ്റുപറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറയാൻ ശക്തിയും ധൈര്യവും കിട്ടുവാൻ ഈശോയോട് പ്രാർത്ഥിക്കൂ. നിനക്കറിയാം നീ ചെയ്ത ലൈംഗിക പാപം ഉണ്ടെന്ന്. പലരെയും കാണുന്നു, നാണം കൊണ്ട് കുംസാരിക്കാതിരുന്നവർ, തുറന്നു പറയാതെ കുംസാരിച്ചവർ, പാപം മൂടി വെച്ചവർ, പാപം വെച്ചുകൊണ്ട് കുർബാന സ്വീകരിച്ചവരൊക്കെ കാണുന്നുണ്ട്. ഈശോ അവരെല്ലാം ഇപ്പോൾ കാണുകയാണ്. മക്കളെ, ഈശോ ക്ഷമിക്കുന്നവനാണ്, ആരെയും തള്ളിക്കളയില്ല. തൻ്റെ മക്കൾ വരുന്നവനെ ഒരിക്കലും തള്ളിക്കളയില്ല. ബോധ്യമുണ്ടായിരിക്കട്ടെ, ഒരു വൈദികൻ ഇരിക്കുന്നത് ആ ഈശോയുടെ സ്ഥാനത്താണ്. വൈദികനല്ല ക്ഷമിക്കുന്ന, ഈശോ ആണ്. ഈശോയുടെ വാക്കാണ് അവർ പറയുന്നത്, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ നിനക്ക് സൗഖ്യം ആത്മാവിലും മനസ്സിലും ശരീരത്തിലും കിട്ടും. അപ്പോൾ നീ പിശാചിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. നീ പാപം ചെയ്തിരിക്കുമ്പോൾ പിശാചിനുള്ളവനാണ്, എന്നാൽ ആ വൈദികൻ നിനക്ക് പാപമോചനം തരുമ്പോൾ നീ വിടുതൽ പ്രാപിക്കുന്നു. മോനെ, നീ എന്തിനു കുംസാരിക്കാൻ മടിക്കുന്നു? അച്ഛനെ നോക്കിയാണോ കുംസാരിക്കുന്നത്? അല്ല, ഈശോയെ നോക്കി. അച്ഛൻ്റെ വിശുദ്ധിയെ നോക്കണ്ട മക്കളെ. കർത്താവ് കാണിച്ചു തരികയാണ്. 17 പേരിവിടെ ഉണ്ട് കുംസാരിക്കാത്തവർ. അത് പ്രാർത്ഥന മീറ്റിങ്ങിൽ പോകുന്നവരും കരിസ്മാറ്റിക്കുമാണ്. അച്ഛന്മാരുടെ ഏതോ വെറുപ്പ് കൊണ്ടോ സഭയുള്ള വെറുപ്പ് കൊണ്ടോ തുറന്ന് കുംസാരിക്കാത്തവർ, ഈശോ അവർക്ക് അനുഗ്രഹം കൊടുക്കണമേ. കൊടുക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് കർത്താവി. അങ്ങയുടെ പ്രകാശം കൃപ കൊടുക്കുന്നതിനെ ഓർത്ത് സ്തോത്രം കർത്താവി. നല്ല കുമ്പസാരം നടത്തുവാൻ നാഥ അവർക്ക് കൃപ കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മറച്ചു വെച്ച പാപങ്ങൾ തുറന്നു പറഞ്ഞ് കുമ്പസാരിച്ച് അനുദപിച്ചുകൊണ്ട് പുതിയ ജീവിതം കഴിക്കാൻ അവരെ സഹായിക്കൂ. ഈശോയെ ലൈംഗിക അവയവങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലൈംഗിക അവയവത്തിൽ വിവിധ രോഗങ്ങളുള്ളവർ അങ്ങ് രക്തത്താൽ സുഖപ്പെടുത്തണമേ. ഈശോ കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്തവർ അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. 9 പേരെ കാണുന്ന കർത്താവേ, മക്കളെ തരണമേന്ന് പ്രാർത്ഥിക്കുന്നത്. അവരുടെ കണ്ണീര് കാണണമേ കർത്താവേ. അങ്ങാണല്ലോ ജീവൻ്റെയും മരണത്തിൻ്റെയും ഉടയവൻ. ഇപ്പോൾ കർത്താവേ, അവരുടെ ലൈംഗിക അവയവങ്ങളെ ബലപ്പെടുത്തുക കർത്താവേ. അനുഗ്രഹിക്കുക കർത്താവേ. സന്താന ലബ്ധി കൊണ്ട് നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ കർത്താവേ. വിദൂരത്തിലുള്ള മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കാണുന്നു. അവർ മക്കളില്ലാത്തവരാണ്. അയർലൻഡിലാണ്, അമേരിക്കയിലാണ്, ജർമ്മനിയിലാണ്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഈശോ പ്രാർത്ഥന കേൾക്കൂ കർത്താവേ. അങ്ങ് ലൈംഗികരെ വിശുദ്ധീകരിക്കൂ, ലൈംഗികരെ അനുഗ്രഹിക്കൂ കർത്താവേ. അതിലൂടെ സന്താന ലബ്ധി കൊടുക്കൂ കർത്താവേ. മക്കളില്ലാത്ത എല്ലാ ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കേരളത്തിൽ മക്കൾ കുറഞ്ഞു പോകുന്ന കർത്താവേ, ഞങ്ങൾക്ക് പരാതിയുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ മക്കളെ വേണം, ഞങ്ങൾക്ക് വർദ്ധിക്കണം. യേശുവേ, ഈ നിമിഷം എല്ലാ അസ്വസ്ഥതകളും മാറ്റി കർത്താവേ. മക്കൾ വിവാഹം കഴിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. മക്കളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഭ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു, അങ്ങേക്കറിയാമല്ലോ കർത്താവേ. ഇല്ല, ഞങ്ങൾക്ക് വളരണം, ഞങ്ങൾക്ക് കൂടണം കർത്താവേ. ഈ ആഗ്രഹവും കൂടി ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കൂ. മക്കളില്ലാത്ത ദമ്പതികളെ അനുഗ്രഹിക്കൂ, മക്കളെ നൽകിയ കർത്താവേ. വിവാഹം കഴിക്കാത്ത യുവാക്കൾ ഏറ്റവും വേഗം ജീവിത പങ്കാളിയെ കണ്ടെത്തി നല്ല വിവാഹ ജീവനം കഴിക്കാൻ കൃപ കൊടുക്കൂ. ജീസസ് 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 ജീസസ്. ശുദ്ധീകരിക്കൂ, പൗത്രീകരിക്കൂ. ആ കൈകൾ രണ്ടും മുന്നോട്ട് പിടിച്ച് കയ്യിലേക്ക് നോക്കിക്കേ, ആ കയ്യിലേക്ക് നോക്കിക്കേ. അല്പസമയം നിശബ്ദമായി നിൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്കെല്ലാം ആ വിടർത്തിയ കൈകൊണ്ട് കർത്താവിനോട് മാപ്പിരക്കൂ. മുഴുവനായി അർപ്പിക്കൂ. തല മുതൽ പാദം വരെയുള്ള അവയവങ്ങൾ ഒരു വിശുദ്ധ ജീവിതത്തിനായിട്ട് തീരുമാനമെടുക്കൂ. എൻ്റെ ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമെന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കൂ. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. അത് പാടിയത് പോരാ, ഹൃദയം കൊണ്ട് പാടട്ടെ, കൊടുക്കൂ മുഴുവനായി. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥ നീ മാറ്റണമേ, എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേരായി മാറ്റണമേ. നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, യാഗമായി അർപ്പിക്കുന്നു. നാഥ നീ മാറ്റണമേ, എന്നെ നീ മാറ്റണമേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേരായി മാറ്റണമേ, അങ്ങേരായി മാറ്റണമേ. മുഴുവനായി ഈശോയ്ക്ക് അർപ്പിക്കൂ. നീയും നിനക്കുള്ളതെല്ലാം, ഞാനും എനിക്കുള്ളതെല്ലാം കർത്താവ് തരുന്നു. എന്നെ തരുന്നു, എൻ്റെ ജോലി തരുന്നു, എൻ്റെ പണികൾ തരുന്നു, പണിയില്ലാത്ത അവസ്ഥ തരുന്നു, എൻ്റെ ജോലിയില്ലായ്മ തൊഴിലില്ലായ്മ അർപ്പിക്കുന്നു, എൻ്റെ കടബാധ്യതകൾ തരുന്നു. ഈശോയെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും കഷ്ടങ്ങളെയും നഷ്ടങ്ങളെയും എല്ലാം തരുന്നു കർത്താവേ. എൻ്റെ പ്ലാനുകളും എൻ്റെ പദ്ധതികളും എല്ലാം അർപ്പിക്കുന്നു കർത്താവേ. ഈശോയെ എല്ലാം അങ്ങ് ഹിരത്തിനായിട്ട് അർപ്പിക്കുന്നു. അങ്ങ് ഇഷ്ടംപോലെ നടക്കട്ടെ. അങ്ങേ സ്നേഹിക്കുന്നവർക്ക് അങ്ങ് എല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുമെന്ന് പറയുന്നു. വിശ്വസിച്ചുകൊണ്ട് കർത്താവ് എല്ലാം അർപ്പിക്കുന്നു. ശരീരത്തിൽ രോഗങ്ങളെല്ലാം അർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടമെങ്കിൽ എന്നെ സുഖപ്പെടുത്തുക കർത്താവേ. എൻ്റെ വേദനകളെല്ലാം തരുന്നു കർത്താവ്. മനസ്സിൽ വേദനയുണ്ട്, മക്കളെ ഓർത്ത് വേദന, എൻ്റെ ഭർത്താവിനെ ഓർത്ത് വേദന, ഭാര്യയെ ഓർത്ത് വേദന, എൻ്റെ മാതാപിതാക്കളെ ഓർത്ത് വേദന, അതെല്ലാം അർപ്പിക്കുന്ന കർത്താവ്. എല്ലാം അങ്ങേ തിരുവിഷ്ടത്തിന് ഞാൻ വിട്ടു തരികയാണ്, സമർപ്പിക്കുന്നു, എല്ലാം സമർപ്പിക്കുന്നു കർത്താവ്. എൻ്റെ ജോലി സ്ഥലം, എൻ്റെ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എല്ലാം അർപ്പിക്കുന്ന കർത്താവ്. എൻ്റെ പഠനം, ഞാനൊരു കുട്ടിയാണ്, സ്കൂളിൽ പഠിക്കുകയാണ്, കോളേജിൽ പഠിക്കുകയാണ്, പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, വിഷമം. ഞാൻ ചെറുപ്പക്കാരിയാണ്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കല്യാണം കഴിക്കണോ, അച്ഛനാകണോ, കന്യാസിയാകണോ, എനിക്ക് അറിഞ്ഞുകൂടാ കർത്താവെ. അങ്ങ് എനിക്കൊരു തീരുമാനം തരും കർത്താവെ. അങ്ങയുടെ ഇഷ്ടത്തിനായിട്ട് എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടത് വിശുദ്ധയായി ജീവിക്കണം. അതാണല്ലോ എന്നെപ്പറ്റിയുള്ള അങ്ങയുടെ പദ്ധതി. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ, എല്ലാം വിട്ടുതരുന്നു. എൻ്റെ കുടുംബത്തെ വിട്ടുതരുന്നു. കുടുംബത്തിലെ അധ്വാനങ്ങൾ, ഭാരങ്ങൾ, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളെയും അർപ്പിക്കുന്നു. കണ്ണുകൾ ശാന്തമായി അടച്ച് ഐശോയുടെ ഹൃദയത്തിലേക്ക് നിൻ്റെ വീട്ടിലുള്ള എല്ലാവരും അർപ്പിക്കും. അപ്പനെ, അമ്മയെ, വല്യപ്പനെ, വല്യമ്മയെ, സഹോദരങ്ങളെ, മക്കൾ, കൊച്ചുമക്കൾ, ഗർഭിണികളായിരിക്കുന്നവർ എല്ലാവരും അർപ്പിക്കും.
എല്ലാം പറഞ്ഞ് തമ്പുരാന് വിശ്വാസത്തോടെ അർപ്പിക്കുക, പ്രതീക്ഷയോടെ അർപ്പിക്കുക. എൻ്റെ ഈശോ തരുന്നു എന്ന ബോധ്യത്തിൽ, എൻ്റെ ഈശോ എനിക്ക് നന്മ ചെയ്യുമെന്ന ബോധ്യത്തിൽ, ഈശോ ഞാൻ അങ്ങേ രാജ്യം അന്വേഷിക്കും, അങ്ങേ സ്നേഹിക്കും, അങ്ങേ അനുധാവനം ചെയ്യും. കർത്താവേ, അങ്ങ് എനിക്കെല്ലാം ചെയ്യുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആ ഉറപ്പ് വരുത്തു. എൻ്റെ ആധ്യാത്മിക ജീവിതം അർപ്പിക്കൂ. പ്രാർത്ഥനാ ജീവിതം, അനുദിനം ബലിയിൽ പങ്കുകൊള്ളുന്നത്, അഥവാ ഞായറാഴ്ചയെ പോകുന്നുള്ളെങ്കിൽ അത് തന്നെ. പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുന്നത്, പ്രാർത്ഥന ഭാഷാവർത്തി പ്രാർത്ഥിക്കുന്നത്, അവരദാനങ്ങൾ ഉപയോഗിക്കുന്നതെല്ലാം അർപ്പിക്കുക. വളർച്ചയ്ക്കായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുക. പശുപശുങ്ങളിൽ പോയി വീടുകൾ സന്ദർശിക്കുക, രോഗികളെ കണ്ട് പ്രാർത്ഥിക്കുക, ധ്യാനം നടത്തുക, ധ്യാനം നടത്തുന്നവരെ സഹായിക്കുക. ഈ സഹയോനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ ചെയ്യാൻ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കൂ. നിനക്ക് തന്നിരിക്കുന്ന താലന്തുകളെ വർദ്ധിപ്പിക്കണമേ എന്ന് ഈശോയോട് പറയൂ. ചിലപ്പോൾ നിനക്ക് 10 കിട്ടിക്കാണും, 5 കിട്ടിക്കാണും, 2 ആയിരിക്കാം. വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കൂ. കർത്താവിനെ ഉപയോഗിക്കാൻ ഈശോയ്ക്ക് അർപ്പിക്കൂ. എളിമയോടുകൂടി, എൻ്റെ ഈശോ അങ്ങനെ നയിക്കണമേ, അങ്ങനെ ശക്തിപ്പെടുത്തണമേ, ഞാൻ അങ്ങയുടേതാണ്, അങ്ങയുടെ സ്വന്തമാണ്. അത് നമുക്ക് ഈശോയ്ക്ക് അടിമ വെക്കാം. വിശുദ്ധന്മാർക്കല്ല അടിമ വെക്കേണ്ടത്, ഈശോയ്ക്കാണ്. നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മൾ അടിമ വെച്ചു, നമ്മളെയും അടിമ വെക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്നേഹിതനായിത്തീരുക, അവിടുത്തെ ശിഷ്യനായിത്തീരുക, ശിഷ്യ ആയിത്തീരുക. വേണമെങ്കിൽ മുട്ട നിൽക്കാം, വേണമെങ്കിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യാം. ഇഷ്ടം പോലെ നിങ്ങളുടേതായ രീതിയിൽ. എനിക്ക് മുട്ട നിൽക്കത്തില്ല മക്കളെ, എനിക്ക് സാഷ്ടാംഗവും ചെയ്യത്തില്ല. കൊടുക്കൂ കർത്താവിന് പൂർണ്ണമായി. അങ്ങേക്ക് എൻ്റെ ശിഷ്യനായി, ശിഷ്യയായി തരുന്നു. എനിക്കങ്ങേ അനുധാവനം ചെയ്യണം. കുരിശെടുക്കാനാണെങ്കിൽ കുരിശെടുക്കാൻ. ലോകം എന്നെ മാടി വിളിച്ചാൽ നാഥ പോവുകയില്ല, ലോകത്തിൻ്റെ പിന്നാലെ, അങ്ങയുടെ പിന്നാലെ വരും. ഇടുങ്ങിയ വഴിയുടെ കുരിശുമെടുത്ത് പോകാൻ ഞാൻ യാത്ര ചെയ്യാൻ തയ്യാറാണ്. അങ്ങയുടെ കൃപ മതി എന്ന് പറയൂ. നിങ്ങളെൻ്റെ പ്രസംഗം കേട്ടവരാണ്. കൃപയ്ക്കായിട്ട് ഹൃദയം തുറക്കൂ. ദിവ്യകാരണത്തിൻ്റെ ആശീർവാദം ആ കൃപയ്ക്കായിട്ടായിരിക്കും. എൻ്റെ കർത്താവ് കൃപ തരും, എനിക്ക് കൃപ മതി. എൻ്റെ ശരീരം പുഴുത്തുനിന്ന് അറിയാലും, നടക്കാൻ മേലാതെ ഞാൻ തളർന്നാലും, കിടക്കേണ്ടി വന്നാലും എനിക്ക് അങ്ങയുടെ കൃപ മതി. കർത്താവ് എനിക്ക് തെണ്ടിയായി വഴിവെക്കിലൂടെ തെണ്ടി കിടക്കേണ്ടി വന്നാലും എനിക്ക് കൃപ മതി. പണമോ പൊന്നോ സ്ഥലമോ അല്ല എനിക്ക് ആവശ്യം, എനിക്ക് അങ്ങയാണ് ആവശ്യമെന്ന് പറയൂ. അങ്ങേക്കൊണ്ട് നടക്കണമേ, അങ്ങയുടെ കൃപ കൊണ്ട് നടക്കണമേ. എന്നെ എപ്പോഴും അങ്ങയുടെ കാത്തുകൊള്ളണമേ. എൻ്റെ ഈശോ, ഇപ്പോൾ ഞാൻ ഈ അച്ഛന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിലൂടെ എൻ്റെ ആധ്യാത്മിക മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കിടക്കുന്ന, അങ്ങയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന ഈ മക്കളെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ അർപ്പിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട് കർത്താവ് ദിവസം ഇവരോട് ചെലവഴിക്കാൻ കഴിഞ്ഞത്. ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ വേദനകളെയും കൂടി സമർപ്പിച്ചുകൊണ്ട് ഞാനിവരെ തരുന്നു കർത്താവ്. അങ്ങേ മുറിവിലേക്ക് തരുന്നു, അങ്ങേ സന്നിധാനത്തിൽ തരുന്നു കർത്താവ്. കൃപ കൊണ്ടും നിറയ്ക്കൂ. ഓ നാഥ, ശക്തിയൊടുകട്ടെ, കൃപയൊടുകട്ടെ. ഓ അപ്പസ്തലന്മാരുടെ ശക്തി അയച്ചതുപോലെ കർത്താവേ, ആദിമസഭയിലുള്ളവരെ ശക്തിപ്പെടുത്തിയതുപോലെ കർത്താവേ, ഓ ഉറച്ചു നിൽക്കാൻ. ഒരു പക്ഷേ മതപീഡനമായിരിക്കാം, മുസ്ലിങ്ങളായിരിക്കാം, RSS ആയിരിക്കാം കർത്താവ്. ഏതെല്ലാം അക്രമങ്ങളുണ്ടായാലും ശരി കർത്താവ്, ഞങ്ങളുടെ പെരയ്ക്ക് തീ വെച്ചാലും, ഞങ്ങളുടെ പള്ളി നശിപ്പിച്ചാലും കർത്താവ്, ഞങ്ങളുടെ കൈ വെട്ടിയാലും കാല് വെട്ടിയാലും ഞങ്ങൾ കൃപയിലായിരിക്കും. അങ്ങേ ഒരിക്കലും ഉപേക്ഷിക്കില്ല കർത്താവേ. കർത്താവ്, പട്ടിണിയോ വാളോ എന്ത് വന്നാലും പൗലോസ്ലീഹ പറഞ്ഞ പോലെ ആർക്കും എന്നെ അന്നിൽ നിന്ന് വെട്ടി മാറ്റാൻ പറ്റില്ല. ജീസസ്, ഞാൻ എന്നെ പൂർണ്ണമായി തരുന്നു. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയുടേതാണ്. ഈശോ 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 അങ്ങൻ്റെതാണ്, ഞാൻ അങ്ങയുടേതാണ്, എപ്പോഴുമായിരിക്കും. ഒരിക്കലും ആർക്കും എന്നെ അങ്ങിൽ നിന്ന് അകറ്റാൻ പറ്റില്ല. ഈശോ ആ കൃപ കൊടുക്കൂ എൻ്റെ മക്കൾക്ക്. അവർ ചാറ്റാങ്കം വീണ് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ശക്തി കൊടുക്കൂ. ഒരു നിമിഷം പോലും അങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കരുത്. ലോകശക്തികൾക്ക് സാധ്യമല്ല, രാഷ്ട്രീയത്തിന് സാധ്യമല്ല, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സാധ്യമല്ല, ആർക്കും മാറ്റി നിർത്താനാവതല്ല. പിശാചുക്കൾക്ക് പറ്റില്ല, ഒരധികാരവും ഇവരുടെ മേലില്ല. ഇവരുടെ ഈശോ അങ്ങയുടേതാണ്, പിശാചുക്കളൊന്നുമില്ല. കർത്താവേ, അങ്ങാണ് ഇവരെ ഭരിക്കുന്നത്, അങ്ങാണ് നാഥനും കർത്താവും രക്ഷകനും. ജീശ ഓ നാഥ, ഇവരെ സ്വീകരിക്കുന്നവർക്ക് നന്ദി നന്ദി നന്ദി. ഓ നാഥ, സമർപ്പിക്കുന്നു. നാഥ, അങ്ങേ ഞങ്ങൾ അനുഗമിക്കും. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ ആത്മാവിൽ തീരുമാനം ചെയ്തുമേലിൽ
പിന്നിലേക്ക് അല്പവും ഒന്നിച്ചു പാടാം. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ തീരുമാനം ചേരുമേല് പിന്നിലേക്ക് അല്പവും. എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുമ്പിൽ ക്രൂശതും തീരുമാനം ചേരുമേല് പിന്നിലേക്ക്. തീരുമാനമെടുത്തവർ ഒരു കൈയ്യൊന്ന് ഉയർത്തിക്ക്. എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുമ്പിൽ ക്രൂശതും തീരുമാനം ചേരുമേല് പിന്നിലേക്ക് അല്പവും. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനാത്മാവിൽ തീരുമാനം ചേരുമേല് പിന്നിലേക്ക് അല്പവും. തീരുമാനം നമുക്ക് തുടർന്ന് ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ നീട്ടാം. മുട്ടുമേനിൻ്റെ കൊണ്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും അർപ്പിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന കൂടി കർത്താൻ അർപ്പിക്കൂ. ആ കരങ്ങൾ നീട്ടി അത് ഈശോ അനുഗ്രഹിക്കുന്ന ആത്മീയ കണ്ണുകൊണ്ട് കാണട്ടെ. അവൻ കരം നീട്ടി നമ്മുടെ ശിരസിൽ വയ്ക്കുന്നത് കാണട്ടെ. ഈ നിമിഷം വേണമെങ്കിൽ രണ്ട് കൈയും ശിരസിൽ വയ്ക്കുക. ഈശോയുടെ ആ തൊടിയിൽ അനുഭവിക്കുവാൻ. ഈശോ നിൻ്റെ ശിരസിൽ കൈവയ്ക്കുന്നു. ഈശോയെ ഇപ്പോൾ തലയിൽ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഇവരെ കാണണമേ. ഇവരുടെ കൈകളല്ല വച്ചിരിക്കുന്നത്, അച്ഛന്മാരോട് ചേർന്നുകൊണ്ട് അങ്ങയുടെ മുറിവിറ്റ കരങ്ങൾ വയ്ക്കുന്നു. ഈശോയെ നാഥ, ഇപ്പോൾ ഇവരുടെ ശിരസിലേക്ക് ശക്തി ഒഴുകട്ടെ. ആണിപ്പഴുതിലൂടെ ഒഴുകുന്ന ശക്തി ഒഴുകട്ടെ. ആന്തരികവും ബാഹ്യവുമായ സൗഖ്യവും വിടുതലും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ പരമായി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ആ ശരീരവും രക്തവും എടുത്ത് ആശീർവദിക്കുമ്പോൾ എൻ്റെ ഈശോ ഈ നിമിഷം അത് മനോഹരമാക്കണേ. സൗഖ്യത്തിൻ്റെ നിമിഷമാക്കണമേ. ശക്തിയുടെ നിമിഷമാക്കണമേ. നമുക്ക് വിളിക്കാം. ഈശോ, ഈശോയെ, ഈശോയെ, യേശുവേ, 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 ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ, കാരിയൂരാല, ഈശോ ഹല്ലേലൂയ. Hallelujah, Kadishura, Lalamba, Hallelujah, Hallelujah, Jesus, Jesus, Hallelujah, Yeshua, Nandi, Deme, Stotram, Hallelujah, Yeshua, 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 Jesus, 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 Yeshua, Yeshua, and Yeshua, 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 and Yeshua, ഈശോ, 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 ഈശോ. ഇതിനെ തുടർന്ന് വൈദികർ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കരങ്ങൾ നീട്ടിപ്പിടിക്കുക. നിൽക്കാവുന്നവർ നിൽക്കുക. അവർ തിരിച്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ഈശോയുടെ സാന്നിധ്യത്തിൽ വെച്ചുള്ള ആ കൃപ നിങ്ങളിലേക്ക് ഒഴുകും. നിങ്ങൾക്ക് മുന്നോട്ട് കടന്നു വരാൻ കഴിയും. അച്ഛന്മാരും 6 പേരുണ്ട് വരും. എനിക്ക് വരാനാവതല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ഞാൻ വികലാംഗൻ എന്ന കാലുകളും കൈകളുമുള്ള അച്ഛന്മാർ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളാം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ. വൈദികരിലൂടെ എൻ്റെ അനിയന്മാരിലൂടെ അവരെല്ലാം എൻ്റെ മക്കളും അനുജന്മാരുമാണ്. ഈശോയെ, അതിനുള്ള പ്രായമേ അവർക്കുള്ളൂ. എനിക്ക് പ്രായമുണ്ട് അവരെ മക്കളെന്ന് വിളിക്കാൻ. ഈ നിമിഷം കർത്താവേ, കടന്നു വരുന്ന മക്കളുടെ മേൽ അവരുടെ കൈകളിലൂടെ അങ്ങയുടെ കരങ്ങൾ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ. സൗഖ്യം കൊടുക്കണമേ കർത്താവേ. അനുഗ്രഹം കൊടുക്കണമേ കർത്താവേ. അനുഗ്രഹം കൊടുക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹം കൊടുക്കണമേ. ഇപ്പോൾ ബഹുമാനപ്പെട്ട വൈദികർ എന്നും അങ്ങാണല്ലോ അവരുടെ കരങ്ങളിലൂടെ ശരീരവും രക്തവുമായി കടന്നു വരുന്നത്. കർത്താവെ കടന്നു വരൂ, കർത്താവെ കടന്നു വരൂ. ഇപ്പോൾ ഈശോയെ അൽത്താരയിൽ ശരീരവും രക്തവുമായി കടന്നു വരുന്ന അങ്ങ് ഇവരുടെ കൈകളിലൂടെ ഇപ്പോൾ കടന്നു വരൂ. ജീവനോടെ കടന്നു വരൂ കർത്താവ്. സൗഖ്യമായി കടന്നു വരൂ, വിടുതലായി കടന്നു വരൂ കർത്താവെ. അത് ഈ നിമിഷം തലവേദനയും നടുവിൻ്റെ വേദനയും കൈകാലുകളുടെ വേദനയും അസ്ഥികിടപ്പും എല്ലാം ദൂരം മാറിപ്പോകട്ടെ. ശ്വാസകോശ സംബന്ധമായ രോഗമെല്ലാം മാറിപ്പോകട്ടെ കർത്താവെ. കരളും അതുപോലെ പതപ്പയും ശ്വാസകോശങ്ങളും ഹാർട്ടും എല്ലാം സുഖമാകട്ടെ. ഈ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും കഴിവും കൊടുക്കൂ കർത്താവെ. ഈ ചെറുപ്പക്കാരികളെയും ചെറുപ്പക്കാരന്മാരെയും അനുഗ്രഹിക്കൂ കർത്താവെ. നല്ലൊരു ഭാവിക്ക് വേണ്ടി അവരെ അനുഗ്രഹിക്കണമേ. വിശുദ്ധരായ വൈദികരിലൂടെ കൃപയൊടുക്കണമേ, ശക്തി കൊടുക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ. ഈശോ 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 വരൂ കർത്താവെ. വന്ന് വസിക്കൂ, വന്ന് നിറയ്ക്കൂ കർത്താവെ. ഈ ബന്ധനങ്ങളെല്ലാം പോകട്ടെ. ചിലരൊക്കെ പൈശാചിക ബന്ധനങ്ങളിരിക്കുന്ന കർത്താവെ, പാപത്തിൻ്റെ ബന്ധനമുള്ളവർ അവരെയൊക്കെ വിമുക്തിയിൽ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരൂ. ആത്മാവെ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് നമുക്കൊരു പാട്ട് പാടാം ഒന്നിച്ച്. പരിശുദ്ധാത്മാവിനോട് ഗാനാലാപനം നടത്തുക ഗായക സംഘം. ആത്മാവാം ദൈവമേ വരണേ. പരിശുദ്ധാത്മാവെ ഇപ്പോൾ എഴുന്നള്ളി വരൂ. സമാധാനമായി കടന്നു വരൂ, സന്തോഷമായി കടന്നു വരൂ. ആത്മാവെ ദൈവമേ കടന്നു വരൂ. വരദാനങ്ങൾ കൊടുക്കും. സമാധാനം, സന്തോഷം, ക്ഷമ, വിശുദ്ധി കൊടുക്കണമേ. നന്മ, കാരുണ്യം. ഓ നാഥ കടന്നു വരൂ. ധൈര്യം കൊടുക്കൂ, ധൈര്യം കൊടുക്കൂ. ദൈവഭയം കൊടുക്കൂ. ഓ നാഥ വിജ്ഞാനം, അറിവ് പകർന്നു കൊടുക്കൂ കർത്താവേ. കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം വരെ അഭിഷേകം ചെയ്യൂ. നല്ല ക്രൈസ്തവരായി ജീവിക്കാൻ അഭിഷേകം കൊടുക്കൂ. വരദാനങ്ങൾ കൊടുക്കട്ടെ. പ്രാർത്ഥിക്കാൻ വരം, ഭാഷാവരത്തിൽ പ്രാർത്ഥന, ഭാഷാവരത്തിൽ പാടാൻ രോഗശാന്തിയുടെ വരം കൊടുക്കും. പ്രഘോഷണ വരം കൊടുക്കും. പ്രസംഗിക്കാൻ, പഠിപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ വരം കൊടുക്കും. ഓ വന്ന് വസിക്കൂ. ഓ പരിശുദ്ധാത്മാവേ വരൂ, വരൂ, വരൂ പരിശുദ്ധാത്മാവേ. ഈശോയെ ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരൂ. പിതാവിനെ കൊണ്ടുവരൂ. അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ കൃപ കൊടുക്കും. പരിശുദ്ധാത്മാവ് വരണമേ, വരണമേ, വരണമേ. ശക്തിയായി വരണമേ. പെന്തക്കോസ്തായിൽ വന്നതുപോലെ വരണമേ കർത്താവേ. അപ്പസ്തോലന്മാരുടെ മേൽ വന്ന പോലെ വരണമേ കർത്താവേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും പൂർവികന്മാരുടെ മേൽ വന്ന പോലെ വരണമേ. ഓ നാഥ വരൂ, വരൂ. ഈ സഭയാണിത്. ഇത് സഭയാണ് കർത്താവ്. ഇതാണ് സഭ, അങ്ങയുടെ ശരീരം. വരൂ പരിശുദ്ധാത്മാവേ. നിറയ്ക്കൂ, നിറയ്ക്കൂ, ശക്തീകരിക്കൂ. അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. അഗ്നിയായി വന്ന പോലെ അഗ്നിയായി വരൂ. കത്തിക്കൂ, ജ്വലിപ്പിക്കൂ. ദൈവസ്നേഹത്താൽ ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി വരണേ. ആത്മാവാം ദൈവമേ വരണേ. വരണമേ പരിശുദ്ധാത്മാവ് വരണമേ. ഒരു പെന്തക്കോസ്ത അനുഭവം കൊടുക്കും. കണ്ണുകൾ തുറക്കും. അങ്ങയെ കാണാൻ കൃപ കൊടുക്കും. അങ്ങയെ കേൾക്കാൻ കാതുകൾ തുറക്കും. പരിശുദ്ധാത്മാവേ വരൂ, വരൂ. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. Holy Spirit, Lord, come.
അങ്ങ് വസിക്കണമേ കർത്താവേ. ഇനി ഞാനല്ല എന്ന് ക്രിസ്തു വസിക്കുന്നെന്ന് പറയാൻ മാത്രം ഇവരെ രൂപാന്തരപ്പെടുത്തു. ഓ പരിശുദ്ധാത്മാവേ, കടന്നു വരൂ, സ്നേഹമായി കടന്നു വരൂ, ശക്തിയായി കടന്നു വരൂ. ഓ സാക്ഷികളാക്കി തീർക്കൂ, സാക്ഷികളാക്കി തീർക്കൂ. എല്ലാ വരദാനങ്ങളും വരദാനങ്ങൾ വരദാനങ്ങൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. ആത്മാവേ വരണമേ, വരണമേ. എന്റെ ഈശോയെ ഉള്ളിൽ കൊണ്ടുവരൂ, പിതാവിനെ വസിക്കാൻ കൊണ്ടുവരൂ. വരണേ. ത്രിത്വമേ വസിക്കൂ, ഇവരിൽ വസിക്കൂ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ശക്തിയായി കടന്നു വരൂ, ആത്മാവിൽ ശക്തിയായി കടന്നു വരൂ. ഇവരെ നയിക്കാൻ കടന്നു വരൂ, ആത്മാവിനെ നയിക്കപ്പെടുന്നവരാക്കി തീർക്കൂ. അങ്ങനെ വഴിയിലൂടെ നടക്കാൻ വഴി തെളിക്കൂ കർത്താവേ, വെളിച്ചം തെളിക്കൂ. ഇവരെ അനുഗ്രഹിക്കൂ കർത്താവേ, ഇവരുടെ മക്കളെ അനുഗ്രഹിക്കൂ, ഇവരുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കൂ, ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കൂ, മാതാപിതാക്കളെ അനുഗ്രഹിക്കൂ കർത്താവേ. ഓ നാഥ, ഇവരുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും അർപ്പിക്കുന്നു. രോഗികളെ ഇപ്പോൾ സുഖമാക്കൂ, രോഗികളെ സുഖമാക്കൂ, കുടുംബത്തിൽ സമാധാനം കൊടുക്കൂ കർത്താവേ. ഏതെങ്കിലും ഭിന്നതകൾ ഉണ്ടെങ്കിൽ മാറട്ടെ, കൃപ നിറയട്ടെ, കുടുംബം കൃപ നിറയട്ടെ. ഈശോയെ, ഈ നിമിഷം ഇവരുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലണമേ, വീടുകളെ വിശുദ്ധീകരിക്കണമേ, വീടുകളെ ആശീർവദിക്കണമേ. ഈശോയെ, ഈശോയെ, ആത്മാവേ കടന്നു വരൂ, ഇവരിലേക്ക് വരുന്ന പോലെ കുടുംബങ്ങളെ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ വരൂ, വരൂ. ഇവരുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കൂ കർത്താവേ. കുടുംബങ്ങളിലുള്ള രോഗങ്ങളെല്ലാം മാറ്റൂ കർത്താവേ. ശണ്ടകളും വൈരാഗ്യങ്ങളും പണക്കങ്ങളും മാറിപ്പോട്ടെ. ഓ വിശുദ്ധ കുടുംബങ്ങളാക്കി മാറ്റൂ കർത്താവേ. നസ്രത്തിലെ കുടുംബം പോലെ ആക്കണമേ ഇവരുടെ കുടുംബത്തെ. ഈശോയെ അനുഗ്രഹിക്കൂ. വിവാഹം കഴിക്കാനുള്ളവർക്ക് വിവാഹത്തിനുള്ള അനുഗ്രഹം കൊടുക്കണമേ കർത്താവ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ കർത്താവ്. ഭിന്നിച്ചിരിക്കുന്നവരെ രമ്യപ്പെടുത്തണമേ. ഓ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കൂ. കുടുംബം പർദീസ ആക്കി മാറ്റൂ കർത്താവേ. ജീസസ് കടന്നു വരൂ, കടന്നു വരൂ. ഓ നാഥ, ഇവരുടെ വീടിനെ മാത്രമല്ല ഇടവകയെ അനുഗ്രഹിക്കണമേ. ഇവരേത് ഇടവകയിൽ നിന്ന് വരുന്നുവോ ആ ഇടവകയിലെ വികാരിച്ചനെ അനുഗ്രഹിക്കണമേ. അവിടെയുള്ള എല്ലാ ജനങ്ങളെയും ആസ്വദിക്കണമേ കർത്താവേ. ഈ പാലക്കാട് രൂപരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇവിടെ ഉണ്ടായിരുന്ന ഇരുമ്പൻ പിതാവിനെ ഓർക്കുന്നു. അദ്ദേഹത്തെ ഞാനിപ്പോൾ കാണുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവിനെ കാണുന്നു. ഒത്തിരി സ്നേഹമുള്ള ഇരുമ്പൻ പിതാവിൻ്റെ പ്രാർത്ഥനയെ ഓർത്ത് നന്ദി. കാരണം കർത്താവ് ഇപ്പോൾ മാനത്താടത്തിനെ കാണുന്ന കർത്താവ് ഇവിടുത്തെ കാണുന്നു. രണ്ട് പിതാക്കന്മാരുടെയും അനുഗ്രഹങ്ങൾ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവ്. ഇരുവരെ അനുഗ്രഹിക്കൂ, പിതാക്കന്മാരെ അനുഗ്രഹിക്കൂ, എല്ലാ വൈദികരെയും സന്യസ്തരെയും അനുഗ്രഹിക്കൂ കർത്താവെ. സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ അത് അച്ഛന്മാരെല്ലാവരെയും പ്രത്യേകിച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥം സേവനം ചെയ്യുന്ന ഇവിടെയുള്ള എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ കർത്താവ്. ഒട്ടാഴ്ചനെ അത് വിദൂരത്തിരിക്കുന്നെങ്കിലും കർത്താവെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിക്കണമേ. അദ്ദേഹത്തെ എല്ലാ സംരംഭങ്ങളെയും
അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം സ്ഥാപിച്ച 2 സന്യാസ സഭകളെയും അനുഗ്രഹിക്കണമേ. ഓ നാഥ, ആ ഭവനത്തിലെല്ലാം വിശുദ്ധീകരിക്കൂ കർത്താവ്, കാത്തോളൂ. അദ്ദേഹം എവിടെ പോയാലും അങ്ങയുടെ ആത്മാവിനെ വാരി വശിക്കുന്ന വലിയ വലിയ ഒരു ദൂതനാക്കി മാറ്റൂ, വിശുദ്ധനാക്കി മാറ്റൂ നിങ്ങളുടെ അച്ഛനെ കർത്താവ്. സ്തോത്രം. ഹല്ലേലൂയ. ഈശോ സോജി അച്ഛനോട് പ്രവർത്തിക്കുന്ന എല്ലാ വൈദികരും അർപ്പിക്കുന്ന കർത്താവ്. ഓ നാഥ, ഈ സ്ഥാപനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അഭംഗരം മുന്നോട്ട് പോകാൻ കൃപ കൊടുക്കൂ. ഇവിടുത്തെ ശുശ്രൂഷകരെ അനുഗ്രഹിക്കണമേ. ധാരാളം പേർ ഇവിടെ ശുശ്രൂഷ ഗായക സംഘത്തെ അനുഗ്രഹിക്കണമേ കർത്താവ്. ആഹാര സാധനങ്ങൾ പാചകം ചെയ്തു കൊടുക്കുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവ്. ഏതെങ്കിലും തരത്തിൽ ബഞ്ച് മാറ്റുകയും അല്ലെങ്കിൽ മേശ പിടിക്കുകയും ഇവിടെ ഓരോ ജോലികൾ മൈക്കാട്ട് പണികൾ ചെയ്യുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരെ അനുഗ്രഹിക്കണമേ. ഓ നാഥ, ഓ നാഥ, സ്വർഗം തുറക്കണമേ, പരിശുദ്ധാത്മാവിനെ അയക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ. എല്ലാവരുടെ മേലും കൃപയായിരിക്കും കർത്താവ്. ഈ നിമിഷം താവളം എന്ന പട്ടണത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഓ നാഥ, ഇവിടെയുള്ളവർ ഓ നാഥ നന്ദിയോടെ ഓർക്കുകയാണ്. ഇവരുള്ള ഓരോരുത്തരെയും യേശുവെ സ്തോത്രം അനുഗ്രഹിക്കുക കർത്താവ്. ഈ ഡിസ്ട്രിക്റ്റ് അനുഗ്രഹിക്കുക കർത്താവ്. ഓ നാഥ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പാലക്കാട്ട് അങ്ങ് ആശീർവാദം കൊടുക്കുക കർത്താവ്. കേരളത്തെ അനുഗ്രഹിക്കൂ, കേരള സഭയെ അനുഗ്രഹിക്കൂ. ഓ നാഥ, കേരള സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ, പ്രത്യേകിച്ച് തിരുസഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമേ. ഓ നാഥ, എല്ലാ വഴക്കും വയ്യാവേലിയും ഇല്ലാതായി സഭ ഒന്നായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭ ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ, കേരള സഭയെ അനുഗ്രഹിക്കണമേ. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവിധ രാഷ്ട്രീയക്കാർ കർത്താവെ പലതരത്തിലും വലപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. നല്ല നല്ല ഗവൺമെൻറ് ഉണ്ടാകാൻ, നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ഗവൺമെൻറ് ഉണ്ടാകട്ടെ. ഈശോയെ, ഈശോയെ, ഈശോയെ. കേരളമാകപ്പാടെ വലയുകയാണ് കർത്താവ്. അത് എല്ലാ തരത്തിലും കാലാവസ്ഥ മോശമാണ്. അതുപോലെ തന്നെ കർത്താവ് രാഷ്ട്രീയം മോശമാണ്, ജനങ്ങൾ മോശം, ഏറെ അത് കൊലപാതകങ്ങൾ നടക്കുന്നു, സീമാതീതമായ കൊലപാതകങ്ങൾ, സീമാതീതമായിട്ട് ആത്മഹത്യകൾ. ഓ നാഥ, കടന്നു വരൂ കർത്താവ്, കടന്നു വരൂ. വിവാഹങ്ങൾ ബന്ധങ്ങൾ പോകുന്നു കർത്താവ്, തകർന്നിരിക്കുന്നു. ഏറെ ഡിവോഴ്സസ്, വിവാഹമോചനങ്ങൾ നടക്കുന്നു കർത്താവ്. പാടില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ കേരളത്തെ അനുഗ്രഹിക്കണമേ. ഏറെ ശിശുക്കളെ കൊല്ലുന്നു കർത്താവ്. അബോഷൻസ്, ഭ്രൂണഹത്യ രക്ഷിക്കണമേ ഞങ്ങളുടെ നാടിനെ. എല്ലാ ശാപങ്ങളും മാറ്റണമേ കർത്താവ്. കേരളത്തിലെ ശാപങ്ങൾ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലെ ശാപങ്ങൾ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീസസ്, ജീസസ്, അങ്ങ് ശാപമായി മാറിയല്ലോ, അങ്ങ് കുരിശിൽ ശാപമായി മാറിയല്ലോ. ഓ ക്രൂശിതനായ കർത്താവേ, ഓ ക്രൂശിതനായ കർത്താവേ, അനുഗ്രഹം വരുത്തൂ. എല്ലാ ശാപങ്ങളെയും അനുഗ്രഹമാക്കി മാറ്റൂ. ഓ നാഥ, കരു പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരൂ വരൂ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തകർന്നിടുമ്പോ രക്ഷയ്ക്കായി നീ കരം നീട്ടണേ. നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു